$980 ദശലക്ഷത്തിലധികം റിയാലിന്റെ പദ്ധതികൾ ഈ വർഷം നടപ്പാക്കാനൊരുങ്ങി ഒമാൻ ഗതാഗത വാർത്താ വിനിമയ മന്ത്രാലയം. ഇതിൽ 800 ദശലക്ഷം റിയാൽ 700 കിലോമീറ്റർ ദൈർഘ്യമുള്ള 30 പ്രധാന റോഡ് പദ്ധതിക്കാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ സ്റ്റേഷനും ഈ വർഷം ആരംഭിക്കും. ഒമാനി ഭാഷാ മാതൃകയുടെ ആദ്യഘട്ടം, AI സ്റ്റുഡിയോ സ്ഥാപിക്കൽ, ദേശീയ ഓപ്പൺ ഡാറ്റ പ്ലാറ്റ്ഫോം, 4ാമത്തെ വ്യാവസായിക വിപ്ലവ കേന്ദ്രം പ്രവർത്തിപ്പിക്കൽ തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പാക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. 700 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള 30 പ്രധാന റോഡ് പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. 2025 പദ്ധതികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയായിരുന്നു മന്ത്രാലയം. 2025 ഡിജിറ്റൽ പരിവർത്തന പരിപാടിയിൽ ഗവൺമെന്റ് സേവനങ്ങൾക്കായുള്ള ഏകീകൃത ദേശീയ പോർട്ടൽ ആരംഭിക്കും. അടിസ്ഥാന മുൻഗണനാ സർക്കാർ സേവനങ്ങൾ 80% ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കും. ഈ വർഷം തന്നെ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ സ്റ്റേഷൻ ആരംഭിക്കാനൊരുങ്ങുകയാണ്. ഏകീകൃത ഇലക്ട്രിക് ചാർജറുകൾ, ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കുള്ള ഗ്രീൻ കോറിഡോറുകൾ എന്നിവയും ആരംഭിക്കും. ബഹിരാകാശ മേഖലയിൽ ദേശീയ ശേഷി നിർമ്മാണ പരിപാടിയുടെ 2ാം പാക്കേജ് നടപ്പിലാക്കുക എന്നിവയും ഈ വർഷത്തെ പ്രധാന പദ്ധതികൾ ഉൾപ്പെടുന്നതായും മന്ത്രി പറഞ്ഞു. മീഡിയ 1, മസ്കത്ത്.